CITU സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് രക്തദാനം നടത്തി. ചുമട്ടുതൊഴിലാളികളാണ് രക്തദാനം നടത്തിയത്. കോട്ടയം മെഡിക്കൽ കോളേജ് ബ്ലഡ് ബാങ്കിലേക്കാണ് തൊഴിലാളികൾ രക്തം നൽകിയത്. തൊഴിലാളികളുടെ സന്നദ്ധ പ്രവർത്തനം മാതൃകാപരമെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി VN വാസവൻ പറഞ്ഞു. ജില്ലയിലെ 12 ഏരിയയിൽ നിന്നും 12 ദിവസം കൊണ്ട് 300 യൂണിറ്റ് രക്തം നൽകുന്ന ക്യാമ്പയിനാണ് CITU തുടക്കമിട്ടത്. സംഘടനയുടെ സ്ഥാപക ദിനത്തിന്റെ ഭാഗമായിട്ടാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഓരോ ദിവസവും 25 പേരിൽ കുറയാത്ത തൊഴിലാളികൾ മെഡിക്കൽ കോളങ്ങളിലെത്തി രക്തദാന പദ്ധതിയുടെ ഭാഗമാകും. പരിപാടിയുടെ ഉദ്ഘാടനം മന്ത്രി VN വാസവൻ നിർവഹിച്ചു. വലിയ രൂപത്തിലുള്ള കാഴ്ചപ്പാടോടെ ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുന്ന ഈ തൊഴിലാളി സംഘടന സ്ഥാപക ദിനത്തിൽ ഇപ്പോൾ ഏറ്റെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം രക്തദാനമാണ്. അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലും അതിനുശേഷവും രാജ്യത്ത് പൗരാവകാശങ്ങൾ ധ്വംസിക്കപ്പെട്ട് ജനാധിപത്യാവകാശങ്ങൾ കശാപ്പ് ചെയ്ത് ജനങ്ങൾക്ക് സംഘടിക്കാനും സഞ്ചരിക്കാനും സംസാരിക്കാനുമുള്ള സ്വാതന്ത്ര്യങ്ങൾ നിഷേധിച്ച് അമിതാധികാര ശക്തികൾ ഭരണാധികാരികളായി മാറിയപ്പോഴും ആ വലിയ പൗരാവകാശ ധ്വംസനത്തിനെതിരെ പടവാളേന്ത്യ ഇന്ത്യയിലെ ഏക തൊഴിലാളി പ്രസ്ഥാനം CITU ആയിരുന്നു. ആ കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള ക്യാമ്പയിനുകൾ ഏറ്റെടുത്തുകൊണ്ട് ജീവൻ രക്ഷാ ദൗത്യത്തിൽ ഭാഗവാക്കായിരുന്നു CITU. ക്യാമ്പയിന്റെ ഭാഗമായി ശുചീകരണവും സംഘടിപ്പിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്ന രക്തദാന ഉദ്ഘാടന ചടങ്ങിൽ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് KN വേണുഗോപാൽ അധ്യക്ഷനായി. CITU ജില്ലാ പ്രസിഡന്റ് റെജി സക്കറിയ, സെക്രട്ടറി TR രഘുനാഥ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് V ജയപ്രകാശ്, KR അജയ് എന്നിവർ പ്രസംഗിച്ചു. കൈരളി ന്യൂസ്, കോട്ടയം.